വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇൻലു ദുവയുടെ വീട്ടിൽ താമസത്തിനായി എത്തിയിരിക്കുകയാണ്. അവൾ അത്രയ്ക്ക് റിച്ച് ആയിരിക്കും എന്നവൾ തീരെ പ്രതീക്ഷിച്ചതല്ല. വീടിന് മുന്നിൽ നിർത്തി അതാണ് വീട് എന്ന് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കാൻ തയ്യാറാക്കുന്നില്ല. അകത്തു നിന്ന് കാര്യസ്ഥന് ഇറങ്ങി വന്ന് അവളുടെ പേര് പറഞ്ഞ് സംസാരിച്ചപ്പോൾ മാത്രമാണ് അത് തന്നെയാണ് വീട് എന്നവൾക്ക് വിശ്വാസമായത്. അവൾ ആഡംബര ജീവിതമൊന്നും നയിച്ചിട്ടില്ല എന്ന് ദുവ മനസ്സിലാക്കിയിരുന്നതിനാൽ ലക്ഷറിയുടെ സുഖം അവളും കൂടി അറിഞ്ഞോട്ടെ എന്ന് കരുതി നടന്നുപോലും പോകാൻ അനുവദിക്കാതെ ചെറിയ പല്ലക്കിൽ കയറ്റിയാണ് അവളെ അകത്തേക്ക് കൊണ്ടുപോയത് തന്നെ. മുമ്പൊരിക്കൽ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ വെച്ച് ഒരു മരത്തിലിടിച്ച് പൂക്കൾ വീഴിക്കാൻ അവൾ ശ്രമിച്ചിരുന്നല്ലോ. അത് അവന്റെ മനസ്സിൽ നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്നതിനാൽ ആ മരം അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇവിടേക്ക് പറിച്ചു നട്ടിരുന്നു. അത് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പരിചയം തോന്നുന്നതിനാൽ അവൾ അവിടെ ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ മരം തന്നെയാണോ അത് എന്നവൾ സംശയിച്ച് നിന്നപ്പോഴേക്കും ദുവ അവിടെ എത്തി അത് തന്നെയാണ് എന്ന് അവളോട് പറയുന്നുണ്ട്. അതിൽ നിന്നൊരു പൂവ് അവളുടെ തലയിൽ വീണത് അവൻ എടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കാവ് അവിടെ വന്ന് അവളെ അകത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ അവിടെ എത്തിയ വിവരം രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് അവനെ അറിയിക്കുന്നു. അടുത്ത ഒരു ദിവസം വാൻവാനെ ഇവിടേക്ക് വിളിപ്പിക്കാൻ ദുവോ കാവോയ്ക്ക് നിർദ്ദേശം നൽകുന്നു. ഇൻലു തലസ്ഥാന നഗരിയിൽ തിരിച്ചെത്തിയെന്നുള്ളത് മുറോങ്ങിനെ വലുതായി സന്തോഷിപ്പിക്കുന്നു. അവളെ കൊട്ടാരം മര്യാദകൾ പഠിപ്പിക്കാനായി കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞയക്കട്ടെ എന്ന് സൺ ചോദിച്ചെങ്കിലും ഇല്ലുവിനെ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് മുറോങ് സമ്മതിക്കുന്നില്ല. ദുവോ ക്ഷണിച്ചതനുസരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരുന്ന വാൻവാൻ്റെ തോഴിമാരുടെ വേഷത്തിൽ അവരിൽ ഒരാളായി കാവൽക്കാർക്ക് പണം നൽകി ലിയാനും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കാവോ ദുവോയെ അറിയിക്കുന്നു. എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അവനെ തിരിച്ചറിഞ്ഞതായി ഭാവിക്കരുതെന്ന് ദുവോ നിർദ്ദേശിക്കുന്നു. മുറോങ്ങിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിരുന്ന ഇല്ലുവിനെ അനിയൻ ഭാര്യയാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെന്ന് വാൻവാനോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദുവോ അവളെ വിളിപ്പിച്ചത്. അതിന് ശ്രമിക്കാമെന്നവൾ ഉറപ്പു നൽകുന്നു. വാൻവാൻ അകത്തേക്ക് കയറിയ സമയത്ത് തൊഴിയുടെ വേഷത്തിൽ നിന്ന ലിയാന് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി തോന്നി ടോയ്ലറ്റ് അന്വേഷിച്ച് ചുറ്റിത്തിരിയുന്നിടയിൽ അവിടുത്തെ ഒരു ജോലിക്കാരൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നു. അവൻ്റെ വേഷം കണ്ട് ഏതോ കള്ളൻ വേഷം മാറി വന്നതാണെന്ന് കരുതി അയാൾ ബഹളമുണ്ടാക്കുന്നു. അയാളുടെ പിടിയിൽപ്പെടാതിരിക്കാൻ ഓടുന്നതിനിടയിൽ അവൻ ഓടിച്ചെന്ന് കരുതിയത് ഇൻലുവിൻ്റെ മുറിയിലേക്കാണ്. കള്ളനായിരിക്കുമെന്ന് കരുതി അവൾ അവൻ്റെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. പിന്നീടാണത് പ്രിൻസാണ് എന്നൊക്കെ അവൾ തിരിച്ചറിയുന്നത്. അവന് ബോധം വീണപ്പോൾ ഈ വേഷം കെട്ടൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ച് ദുവ അവനെ ചോദ്യം ചെയ്യുന്നു. ആദ്യമൊക്കെ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും അവിടെ വിലപ്പോയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ സത്യം പറയേണ്ടി വരുന്നു. ഫുട്ബോൾ കളിക്കിടയിൽ വാൻവാൻ മനസ്സ് കീഴടക്കി വരം അവൻ തുറന്നു പറയുന്നു. അവളെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വേഷം കെട്ടി അവൾക്കൊപ്പം കടന്നുകൂടിയത് എന്നവൻ പറയുന്നത് മുറിക്ക് പുറത്തുനിന്ന് കേട്ട വാൻവാൻ ഇടിച്ചു കയറി അകത്തേക്ക് എന്ന് അവൻ പറയുന്നത് വല്ല സത്യമുണ്ടെന്ന് ചോദിക്കുന്നു. സത്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ സമയമുള്ളൂ, മറ്റൊന്നും മനസ്സിലേക്ക് വരുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. ആദ്യമൊക്കെ അവൻ പറഞ്ഞതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവൾ വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞത് മാത്രം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവസാനം ദുവോ നിർദ്ദേശം നൽകിയ അനുസരിച്ച് ലിയാനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. വാൻവാൻ ആകെ ദേഷ്യത്തിലായിരുന്നതിനാൽ അവളും വേഗം തന്നെ പോകുന്നുണ്ട്. കുറെ കഴിഞ്ഞ് കാവയെ തനിച്ച് കണ്ടപ്പോൾ ഇൻലു ലിയാനെക്കുറിച്ച് ചോദിച്ചറിയുന്നു. ലിയാന്റെ ചേട്ടൻ ദുവയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അയാളെ കൊല്ലാൻ തക്ക അവസരം ഒത്തുകിട്ടിയിട്ടും അവളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നവൻ അത് മിസ്സാക്കിയത് എന്നുമൊക്കെ ഇൻലു അറിയുന്നു. വാൻവാൻ തിരികെ കൊട്ടാരത്തിലെത്തി ദുവ പറഞ്ഞതുപോലെ ഇൻലുവിനെ ഭാര്യയാക്കുന്ന ശരിയായ കാര്യമല്ല എന്ന രീതിയിൽ മുറോങ്ങിനോട് സംസാരിക്കുന്നു. പക്ഷെ അവൾ പ്രതീക്ഷിച്ച രീതിയിലല്ല മുറോങ് പ്രതികരിച്ചത്. കുട്ടിക്കാലം മുതലേ രാജ്യഭരണത്തിലൊന്നും ഒട്ടും താല്പര്യമില്ലാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വസ്ഥമായി ജീവിതം നയിച്ചിരുന്ന തന്നെ ഇപ്പോൾ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടി നിർബന്ധിച്ച് കൊട്ടാരത്തിനുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെ ഈ പ്രതിസന്ധി എനിക്ക് തരണം ചെയ്യാൻ കഴിയുന്നു എന്ന് ആരും ചിന്തിക്കുന്നില്ല. കുട്ടിക്കാലം മുതൽ വിളക്കുകൾ ഉണ്ടാക്കാനല്ലാതെ ഞാൻ കാര്യമായൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാരമാണ്. എന്നിട്ട് ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറായത് ഇൻലുവിനെ ഓർത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുറേ സെൻറ്റി അടിച്ച് സംസാരിക്കുന്നു. അതൊക്കെ കേട്ടപ്പോൾ അവളുടെയും കണ്ണ് നിറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടന് ഇൻലുവിനെയാണ് ഇഷ്ടമെങ്കിൽ അവളെ സ്വന്തമാക്കുന്നത് എതിർക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവൾ പോയത്. മുറോങ്ങിൻ്റെ വിഷമം കണ്ട് ഇല്ലുവിനെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിക്കാൻ അവസരം ഉണ്ടാക്കാനായി അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ സൺ സ്വന്തമായി അവളെ കൊട്ടാരം മര്യാദകൾ പഠിപ്പിക്കാനായി അവിടെ സാധാരണയൊക്കെ പഠിപ്പിക്കാറുള്ള മാഡം ഷെങ്ങിനെ ദുബൈയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു. ലിയാൻ്റെ ജേഡ് ബാറ്റിൻ്റെ ഉപയോഗിച്ച് കണ്ടെത്തിയ നന്യാനിലെ പ്രിൻസിൻ്റെ ചാരന്മാരെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ദുബ അങ്ങോട്ടേക്ക് പുറപ്പെട്ട ശേഷമാണ് മാഡം ഷെങ് അവിടെ എത്തിയത്. അതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് അറിയുന്നില്ല. വളരെ സ്ട്രിക്റ്റായ ഒട്ടും ദയയില്ലാത്തൊരു സ്ത്രീയാണ് മാഡം ഷെങ്. അവർ ഇല്ലുവിനെ ശരിക്കും മുൾമുനയിൽ നിർത്തുന്നു. അത് ദുബൈയുടെ വീടായതുകൊണ്ട് അവനായിരിക്കണം അവരെ വിളിച്ചു വരുത്തിയതെന്നാണ് അവൾ കരുതിയത്. അത് വരുത്തുന്ന സുഖസൗകര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ ശിക്ഷ നൽകാൻ വേണ്ടിയായിരുന്നു എന്ന് ചിന്തിച്ച് അവൾക്ക് അവനോട് ദേഷ്യം തോന്നുന്നുണ്ട്. കാബോ ഇതിനിടയിൽ ദുബൈയിൽ ചെന്ന് കണ്ട് വിവരം അറിയിക്കുന്നു. അവൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് വാൻവാൻ്റെ തോഴി അവിടെ എത്തി വാൻവാൻ അവനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം അറിയിച്ചത്. അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകേണ്ടി വരുന്നു. അവന് വാക്ക് നൽകിയതുപോലെ ഇൻലുവിൻ്റെ കാര്യത്തിൽ നിന്ന് ചേട്ടനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയാൻ വേണ്ടിയായിരുന്നു അവൾ അവനെ വിളിപ്പിച്ചത്. ആ വഴി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ദുബൈക്ക് മനസ്സിലാകുന്നു. അവൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മാഡം ഷെങ്ങും അവരുടെ കൂടെയുള്ളവരും ഇൻലുവിൻ്റെ പുറകെ അവളെ തല്ലാനായി മുറ്റത്തുകൂടെ ഓടുന്നതാണ് കണ്ടത്. അവനെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. പക്ഷേ കാൽ തട്ടി മറിഞ്ഞു വീഴുന്നുണ്ട്. അതോടെ ദുബൈക്ക് ആകെ കലി കയറുന്നു. അവൻ അവരോട് ദേഷ്യപ്പെടുന്നതിനാൽ പഠിപ്പിക്കലൊക്കെ മതിയാക്കി അവർ വേഗം സ്ഥലം വിടുന്നു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതുകൊണ്ട് പോകരുതെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കാവോ പുറകെ ചെന്നെങ്കിലും ഇൻലുവിനെ പഠിപ്പിക്കാൻ കഴിയില്ല, മറ്റാരെങ്കിലും കണ്ടെത്താൻ പറഞ്ഞ് അവർ പോകുന്നു. മറിഞ്ഞു വീണ് ഇൻലുവിന് പരിക്ക് പറ്റുന്നതിനാൽ ദുവ അവൾക്ക് പുരട്ടാനുള്ള മരുന്നുമായി ചെന്നെങ്കിലും അവനാണ് മാഡം ഷെങ്ങിനെ അവിടേക്ക് ഏർപ്പാടാക്കിയത് എന്ന ചിന്തയിൽ
അവൾ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു എന്ന് അവൻ പറയാൻ വന്നപ്പോഴേക്കും രാജാവ് അവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാവ് ഓടിയെത്തുന്നതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. ദുവ വേഗം അങ്ങോട്ടേക്ക് പോകുന്നു. രാജാവ് നല്ല ദേഷ്യത്തിലാണ് എന്ന് കാവ് പറഞ്ഞതിനാൽ തന്നെ ശിക്ഷിക്കേണ്ടെന്ന് കരുതി ഇല്ലു മാഡഷെങ് പഠിപ്പിച്ചതുപോലെയൊക്കെ മര്യാദയ്ക്ക് അദ്ദേഹത്തെ സൽക്കരിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല മുറോങ് എത്തിയിരുന്നത്. തൻ്റെ അനുവാദമില്ലാതെ സുൻ ആണ് മാഡം ഷെങ്ങിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറയാനാണ് അദ്ദേഹം വന്നത്. ഇല്ലുവിനെ അവർ കുറെ കഷ്ടപ്പെടുത്തിയെന്ന് അറിഞ്ഞപ്പോൾ വേഗം അവളെ കാണാൻ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തെയും ദുബൈയെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ അദ്ദേഹത്തെ സഹകരിക്കാൻ വേണ്ടതെല്ലാം തയ്യാറാക്കിയിരുന്നു. മാഡം ഷെങ് പഠിപ്പിച്ചില്ലെങ്കിലും അവളും വലിയൊരു കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് ഇതൊക്കെ മുമ്പേ തന്നെ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും അറിയാത്തതായി ഭാവിക്കുന്നതാണെന്ന് ദുവ ഊഹിക്കുന്നു. പക്ഷെ അവൾ രാജാവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സൽക്കരിക്കാൻ തയ്യാറായത് അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മുറോങ് ആണെങ്കിൽ അവളുടെ സൽക്കാരത്തിൽ വളരെയധികം സന്തുഷ്ടനാവുകയും ചെയ്യുന്നു. ഇടയ്ക്ക് അവൾ അദ്ദേഹത്തിന് കഴിക്കാൻ നൽകിയ സൂപ്പ് മുറോങ് അവൾക്ക് കൂടി കോരി കൊടുക്കാൻ തുടങ്ങുന്ന കണ്ട് ദുവ ആകെ അസ്വസ്ഥനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇല്ലു പക്ഷെ അത് കുടിക്കാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഭക്ഷണമൊക്കെ നൽകി സന്തോഷിപ്പിച്ചെങ്കിലും അവൾ മറ്റൊരു രീതിയിലും തന്നോട് എടുക്കാൻ തയ്യാറില്ല എന്ന് മുറോങ്ങിന് മനസ്സിലാക്കുന്നു. അതിൻ്റെ വിഷമത്തോടെയാണ് അയാൾ അവിടെ നിന്ന് മടങ്ങിയതും. അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലായ സുൻ തിരികെ പോകുന്നതിന് മുമ്പ് ആണുങ്ങളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് ഇല്ലുവിന് ഒട്ടും പരിചയമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കാനായി അവളെ സിറ്റിയിലെ ഏറ്റവും മികച്ച വേശ്യാലയമായ ഡ്രീം ഹൗസിലേക്ക് അയക്കാൻ ദുവയോട് നിർദ്ദേശിക്കുന്നു. ഡ്രീം ഹൗസിൻ്റെ ഓണർ മെങ് ആ നാട്ടിലെ ഏറ്റവും മികച്ച നർത്തകിയാണ്. ആണുങ്ങളെ വശീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൾ ഇല്ലുവിന് പഠിപ്പിച്ചു കൊടുക്കും എന്ന് സുൻ അഭിപ്രായപ്പെടുന്നു. രാജാവ് തൃപ്തനായാണോ മടങ്ങിപ്പോയതെന്നറിയാൻ ഇല്ലു പറഞ്ഞയച്ചിരുന്ന ടോങ് മറഞ്ഞു നിന്ന് സുൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നു. അവൾ തിരികെ ചെന്ന് ഇല്ലുവിനോട് വിവരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തായാലും അങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ നിന്നെ പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുവയോടേക്ക് കയറി വന്നത്. അവൾ പക്ഷേ എപ്പോഴത്തെയും പോലെ അവനോട് സൗഹൃദത്തോടെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഒരു രീതിയിൽ പെരുമാറി രാജാവിന് മുന്നിൽ മറ്റൊരു രീതിയിൽ പെരുമാറേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെന്നെ കൊട്ടാരത്തിലേക്ക് തിരികെ അയക്കേണ്ടി വരും. അതെന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ ഡ്രീം ഹൗസിലേക്ക് പോകുന്നതിനാണ് നല്ലത്. നാളെ രാവിലെ തന്നെ ഞാൻ പുറപ്പെടും എന്നവൾ പറയുന്നു. തന്നെ വിശ്വാസമില്ലാത്ത രീതിയിലുള്ള അവളുടെ സംസാരം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനാൽ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ അവനും പറയുന്നു. ഇപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ ടോങ്ങിനോട് പറഞ്ഞ് ഇല്ലു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതിനിടയിൽ അവളുടെ കാല് അവിടെ ഉണ്ടായിരുന്ന സൈഡ് വാളിൽ തട്ടുന്നു. അവനവളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൾ ആകെപ്പാടെ ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്തത്. അവൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും എന്നാണ് അവൻ കരുതിയത്. അടുത്ത ദിവസം രാവിലെയാണ് അവൾ അതിരാവിലെ തന്നെ അവിടെ നിന്ന് പോയി എന്ന് കാവ പറഞ്ഞ് അവൻ അറിയുന്നത്. അവളെ നിരീക്ഷിക്കാനായി അവൻ ഉടൻ തന്നെ കാവയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. ഡ്രീം ഹൗസിൻ്റെ ഓണർ മെങ് ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. വേശ്യാലയമാണെങ്കിലും അവർ അങ്ങനെ എല്ലാവരെയും ഒന്നും അവിടെ സ്വീകരിക്കാറില്ല. ദിവസവും രാവിലെ അവർ മട്ടുപ്പാവിന് മുകളിൽ വന്ന് നൃത്തം ചെയ്യും. അവളുടെ ഒരുപാട് ആരാധകർ താഴെ അത് കാണാനായി എത്തിയിട്ടുണ്ടാകും. നൃത്തം കഴിയുമ്പോൾ താഴെയുള്ള ആരാധകർക്ക് മട്ടുപ്പാവിലേക്ക് പൂക്കൾ എറിയാനുള്ള അവസരമുണ്ട്. ആ എറിയുന്ന പൂക്കളിൽ ഏതെങ്കിലും മെങ്ങിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ അതിൻ്റെ ഉടമസ്ഥന് മാത്രം അകത്തേക്ക് കയറാം. അതാണ് അവിടുത്തെ രീതി. അന്നും പതിവ് പോലെ നൃത്തവും അതുകഴിയുള്ള പൂക്കളെറിയലും എല്ലാം നടക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇല്ലുവും ടോങ്ങും അവിടെ നിൽപ്പുണ്ട്. താഴെ കിടന്ന പൂക്കളൊന്നുമില്ലാത്ത ഒരു കമ്പിൽ എന്തോ വെച്ച് കെട്ടി ഇല്ലുവും മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അത്രയും മനോഹരമായ പൂക്കളൊക്കെ എറിയുന്നിടത്ത് ഈ കമ്പ് ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് ടോങ് സംശയിച്ചെങ്കിലും അധികം വൈകാതെ അവളെറിഞ്ഞ് കമ്പ് തന്നെ എടുത്തുകൊണ്ടുവന്ന ജോലിക്കാർ അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിക്കുന്നു. അങ്ങനെ ഇല്ലുവിന് ഡ്രീം ഹൗസിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്നു. അകത്തെ ഹാളിന് നടുവിലുള്ള ഒരു നൃത്തമണ്ഡപം പോലെയുള്ള സ്ഥലത്തേക്കാണ് മെങ് എത്തിയത്. എന്തുകൊണ്ടാണ് അവൾ പൂക്കളൊന്നുമില്ലാത്ത കമ്പെറിഞ്ഞത് എന്ന് മെങ് അവളോട് ചോദിക്കുന്നു. പൂക്കൾ ഉപയോഗിച്ച് ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതി കണ്ടപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്ന് തോന്നി. എന്തായാലും ദിവസവും പ്രത്യേകതയുള്ള പൂക്കൾ ആരും കൊണ്ടുവരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പൂക്കളല്ല, പൂക്കളുമായി വരുന്ന ആരെയും കാത്തിരിക്കുകയായിരിക്കണം എന്ന് സംശയം തോന്നിയാൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുന്ന വിധത്തിൽ അങ്ങനെ എറിഞ്ഞതാണെന്ന് ഇല്ലു പറയുന്നു. സത്യത്തിൽ അതുതന്നെയായിരുന്നു അതിന് പിന്നിലുള്ള കാരണവും. മെങ് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. പൂക്കളുമായി അവളെ കാണാനെത്താം എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നെങ്കിലും അയാൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ അങ്ങനെ ഒരു ഏർപ്പാട് അവിടെ ഉണ്ടാക്കിയെത്തിക്കുന്നത്. ഇല്ലുവിൻ്റെ മറുപടി ഇഷ്ടപ്പെട്ടതിനാൽ അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മെങ് അന്വേഷിക്കുന്നു. ഇല്ലു അതിന് മറുപടി പറയുന്നതിന് മുമ്പേ അവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുന്ന കാവയെ കാണുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള കാര്യം പറയാതെ മറ്റൊരു രീതിയിലാണ് അവൾ കാര്യം അവതരിപ്പിച്ചത്. അവളെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വീട്ടുകാർ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആണുങ്ങളെ വശീകരിക്കാനുള്ള കഴിവില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അത് പഠിക്കാനായി ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ശിക്ഷയെ സ്വീകരിക്കണം എന്ന് ഇല്ലു റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരുപാട് പേരെ ഇതിനകം തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതുതായി ആരെയും പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മെങ് തിരികെ പോകാൻ തുടങ്ങിയെങ്കിലും ഇല്ലു ഓരോന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു. അവസാനം അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ മെങ് തീരുമാനിക്കുന്നു. അവളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്നറിയാൻ വേണ്ടി ആണുങ്ങളുടെ മനം കവരാൻ കഴിയുന്ന രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ മെങ് അവളോട് ആവശ്യപ്പെടുന്നു. ഇല്ലു അതേപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾ ചെയ്യുന്നത് കാണുമ്പോൾ കോമഡിയാണ് തോന്നുന്നത് എന്ന് മാത്രം. മെങ്ങിൻ്റെ നീണ്ട കരിയറിനിടയിൽ ഇങ്ങനെ ഒരാളെ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കാൻ മെങ് തയ്യാറാകുന്നു. അങ്ങനെ അവളെ ശിഷ്യയായി സ്വീകരിക്കുന്നു. ഇല്ലു അവിടെ കയറിപ്പറ്റിയ വിവരം കാവോ ഉടനെ തന്നെ ദുവോയെ അറിയിക്കുന്നു. അവളെ ഫുൾ ടൈം നിരീക്ഷിക്കാനായി അവൻ അപ്പോൾ തന്നെ കാവോയെ വീണ്ടും പറഞ്ഞയക്കുന്നു.
അടുത്ത ദിവസം മുതൽ പഠനം തുടങ്ങിയെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇല്ലുവിന് കാര്യമായ പുരോഗതിയൊന്നും ഇല്ല. ഇല്ലു കഠിന പരിശ്രമം തന്നെ നടത്തുന്നുണ്ടെങ്കിലും ഈ ഫീൽഡിൽ ശോഭിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് കാവോ ദുവോയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു. അവൾ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് നൃത്തം പഠിക്കാനുള്ള ശ്രമത്തിലാണെന്നറിഞ്ഞ ആകെ കരികയറി ദുവോ നാട്ടിൽ വേശ്യാവൃത്തി തന്നെ നിരോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. ഇല്ലുവിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് ടോങ്ങിനും മനസ്സിലാക്കുന്നു. ദുവോയോട് മാപ്പ് ചോദിച്ച് തിരികെ പോയാലോ എന്ന് അവൾ ഇല്ലുവോട് ചോദിക്കുന്നു. ദുവോ ഇപ്പോൾ തന്നെ എനിക്ക് വേണ്ടി രാജാവിന് മുന്നിൽ ഒരുപാട് ചെയ്തു കഴിഞ്ഞു. ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എന്തായാലും ഞാൻ എപ്പോഴെങ്കിലും കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വരും. രാജാവ് എന്നെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആകാൻ ശ്രമിച്ചു നോക്കാമെന്നാണ് ഇല്ലു പറഞ്ഞത്. ആയിടയ്ക്ക് ഒരു ദിവസം തന്നെ ശിഷ്യനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലിയാനും മെങ്ങിൻ്റെ അടുത്തെത്തുന്നു. മെങ് പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. താൻ ഇവിടെയുള്ള വിവരം അറിഞ്ഞ് ദുബായെക്കുറിച്ചുള്ള ന്യൂസ് ചോർത്താൻ വേണ്ടിയായിരിക്കണം അവൻ ഇവിടെ എത്തിയത് എന്ന് ഇല്ലു ചിന്തിക്കുന്നതിനാൽ അവനുമായി സൗഹൃദമുണ്ടാക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഇല്ലുവിൻ്റെ റെക്കമെൻഡേഷൻ കൂടി ഉള്ളത് കാരണം മെങ് അവനെയും കൂടി അവിടെ തങ്ങാൻ അനുവദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.